ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കലാഗ്രാമവും പിന്നെ ഒരു മനയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഏത് മനയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഞങ്ങൾ അങ്ങോട്ടായിട്ട് പോയതല്ല, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിട്ട് ആ സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് പോയതാണ്, ഒരു 1 ഡേ സ്റ്റേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഉണ്ട് എന്നാണ് പറഞ്ഞപ്പോൾ എന്തായാലും വന്നതല്ലേ, കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ പോയി കണ്ടതാണ്. അപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുത്താൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് വീഡിയോ എടുത്ത് വരും. ഞങ്ങൾ വെള്ളിനേഴി ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഓരോ കഥകളി, അവിടെ പല രൂപങ്ങൾ, പല രീതിയിൽ, പല ടൈപ്പിലുണ്ടല്ലോ കഥകളി. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്, കത്തി, ഭൂതം, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെയും പല രീതിക്കുണ്ട്. പിന്നെ ഇത് ഭരതനാട്യമാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് എന്താക്കി ചിലത് നേരെ ക്ലിയറായിട്ട് കാണുന്നില്ല കേട്ടോ ഫോണിൽ. ഇത് കഥകളിയാണ്. അത് ഇരുട്ടിലായതുകൊണ്ട്, അങ്ങനത്തെ ഫോട്ടോ ആയതുകൊണ്ട് നേരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ബോട്ടിൻ്റെ ചിത്രവും പിന്നെ പൂക്കളിടുന്നൊരു ചിത്രവും ഒരു ആനയുടെ ചിത്രവും വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മനയുണ്ട് കേട്ടോ. വരിക്കശ്ശേരി മന, 6-ാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത ആ മനയുണ്ട്. മനയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് കട്ടിൽ മരം, എന്ത് സാധനമെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റൂമിനുള്ളിൽ കൂടി ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഇത് വള്ളുവനാട് പൂതംതറ ഒന്നാണ് കേട്ടോ. അതെ ഗൈസ്, വള്ളുവനാട് പൂതംതറ. ഞാൻ പൂതംതറയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ കാളവേല എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു കാവിൽ പൂരം നടക്കുമ്പോൾ എപ്പോഴും 1-2 വരാറുണ്ട്. പിന്നെ വേറെ ചിനത്തുപൂർ, അയ്യോ ഫുള്ള് വായിക്കാൻ പറ്റുന്നില്ല, വേഗം കാണിച്ചു പോകുകയാണ്. കാരണം ഫോൺ അല്ലെങ്കിൽ ഫുള്ളാണ്. വീഡിയോസ് കുറച്ച് ചെറുതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുടക്കല്ലുണ്ടായിരുന്നു കേട്ടോ അവിടെ ഗൈസ്. കുടക്കല്ല് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് മരിച്ചവരെ കുഴിച്ചിട്ട സ്ഥലത്ത് വെക്കുന്നതാണ്. പിന്നെ പാമ്പ് തുള്ളൽ, കളരി, പറയാട്, അങ്ങനത്തെ. പിന്നെ ചാക്യാർ കൂത്ത്, കഥകളി വേറൊരു ടൈപ്പ്. അതിൻ്റെ ഒരുങ്ങുന്നത് എന്തോ കഥകളി തന്നെയാണ്. പല ടൈപ്പുള്ളതുകൊണ്ട് പലതിൻ്റെ ചിത്രം വെച്ചിട്ട് കഥകളി പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇല്ല, കാരണം അത് സ്റ്റോർ റൂമാട്ടോ. പിന്നെ ഇവിടെ വേറൊരു കഥകളി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കഥകളിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഈ ഒരു ഹാളിലൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഹാളാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്നൊക്കെ വീഡിയോസ് ഇട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇത് പാവക്കൂത്ത്, അതാണ് കോൽക്കൂത്ത്, അങ്ങനെ എന്തൊക്കെയോ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കഥകളി, കൃഷ്ണനാട്ടം എന്നാണോ. പിന്നെ അവിടെ ഒഴുങ്ങുന്ന ഒരു പിക്ചറാണ് അവിടെ ഉള്ളത്. അതിലെന്തോ എഴുതിയിട്ടുണ്ട്, അരങ്ങറിയലോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം. പക്ഷെ കുറേ ഒന്നുമില്ല, അങ്ങനെ കുറേ ഉണ്ടാവും, പക്ഷെ കുറേ ഒന്നുമില്ല. ഇതെന്തോ പുലിക്കളിയൊക്കെ ഉള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കഥകളി തന്നെ നരസിംഹം കണ്ടു, അതിൻ്റെയൊക്കെ പല രീതിക്കുള്ളതാണ്. പിന്നെ കണ്ണിയാർ കളി, അതിൻ്റെ കളിൻ്റെ കൂടെ എനിക്കറിയാം, ആദ്യമായിട്ട് കേൾക്കുന്നത്. ഫ്യൂഷൻ, നങ്ങ്യാക്കൂത്തും അങ്ങനെ തോന്നുന്നു. പിന്നെ കൂടിയാട്ടം ലാസ്റ്റായിട്ടുള്ള ചിത്രമാണ് എൻ്റെ ഒരു ഓർമ്മ. റെഡിയാക്കല്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ആ ഹാളിലൊക്കെ ഇരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. പിന്നെ ഞങ്ങളിപ്പോൾ ഒളപ്പമണ്ണ മന അത് കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇവിടെ കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും. ഇതിനുള്ളിൽ എന്തോ പാട്ട് ക്ലാസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഉള്ളിൽ കയറി നോക്കിയായിരുന്നു, പക്ഷേ ക്ലാസ് നടക്കുകൊണ്ട് കയറാൻ പറ്റില്ല. ആകാശഗംഗ എന്നുള്ള മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. പിന്നെ 6-ാം തമ്പുരാൻ്റെ ചില സീനുകളൊക്കെ ചിലത് രണ്ടിലും പാടായിട്ടാണ്. മറ്റേ വേറൊരു മന ഞാൻ കാണിച്ചില്ല, ആ മനയും ഈ മനയുടെ പകുതിയൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ചുറ്റും നടന്ന് കാണിച്ചത്, ഉള്ളിൽ കയറാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, തെർമാക്കോൾ വെച്ചിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി ഒറിജിനൽ പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കരിങ്കല്ലാന്നാണ് തോന്നത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഓരോന്ന് നടന്ന് കാണുകയാണ്. ഞാൻ ഇതൊക്കെ നോക്കണമെങ്കിൽ നേരാവണ്ണൊന്നും വീടെടുത്തിട്ടില്ല. ഇവിടെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. നേരാവണ്ണം ഭഗവാനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുമ്മാ ചെറുതായിട്ട് കണ്ടിട്ടൊന്ന് തൊഴുതു കേട്ടോ. ഉള്ളിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചെറിയ കുളം പോലെയുണ്ട്, അതിനുള്ളിൽ ചുമ്മാ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണിപ്പോൾ. ഈ കുളമൊന്നുമല്ല കേട്ടോ ആകാശഗംഗ എന്നുള്ളത്, അതിനപ്പുറത്ത് ഒരെണ്ണമുണ്ട്, അതൊക്കെയാണ് ഉള്ളത്. ഇത് ചെറിയ രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വെള്ളം ഒരു പച്ച കളറാണ്. ഇപ്പോൾ കുറേ മീനുകളുണ്ട് കളിച്ച വെള്ളത്തിൽ, കുറേ മീനുണ്ട്, വലിയ വലിയ മീനുകളും കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കുറേ എണ്ണമുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. കല്ലിനൊക്കെ ഇറക്കിയിരുന്നു, കാരണം കല്ലിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം. പിന്നെ അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടി കരയായിരുന്നു, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി കരയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിഷ്കിന്ധാകാന്ഡം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ, അത് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ എന്തെങ്കിലും ഗോപുരം പോലെ ഒന്ന് കണ്ടു, അതാണ് നേരത്തെ നിങ്ങൾ കാണിച്ചത്. ഇവിടെ ഈ സ്ഥലം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ തുടിയും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഞാൻ ആ പടം നേരാവണ്ണം കണ്ടിട്ടില്ലെങ്കിലും ചെറിയ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സാമ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ നേരിട്ട് കാണുന്ന സമയത്ത്, അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് കറക്റ്റ് അതുപോലെ ഒന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എങ്ങനെയൊക്കെ ആണെന്നിട്ട്. ഈ മരത്തിലൊക്കെയാണ് ആ കുരങ്ങന്മാർ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കുരങ്ങനൊന്നും കണ്ടില്ല. കുറച്ച് അങ്ങോട്ട് പോയ ശേഷം, കുറച്ച് ദൂരെ പോയ ശേഷമാണ് കണ്ടത്. അപ്പോൾ മരത്തിലൊന്നും ആയിരുന്നില്ല, മതിലിൻ്റെ മുകളിലായിരുന്നു ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കിഴച്ചിരിക്കുകയാണ്, സ്റ്റെപ്പ് കയറി കുറേ സ്റ്റെപ്പുകളായിട്ട് കയറുന്നു. ഞാനവിടെ അവിടെ നിന്ന് കുറേ കയറിയിട്ടുണ്ട്. ഇതാണ് ഗായ്സ് ഷൂട്ട് ചെയ്ത വീട്. ഇത് കണ്ട് മനസ്സിലാക്കുന്നില്ല ഈ സ്ഥലം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടേക്ക് പോയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മനയ്ക്ക് പോകുന്നത്. മറ്റേ മനയ്ക്ക് 2-3 വട്ടം പോയിരുന്നു, പക്ഷേ ഈ മനയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതും മഴയായിട്ട് ഉൾപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതിൽ താമസക്കാരുണ്ടോന്നുണ്ട്, ഇത് വാടകയ്ക്ക് പോലെ കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല. താമസക്കാരുണ്ട്, അവിടെ കാറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വീടുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനുള്ളിലൊന്നും കയറാൻ പറ്റില്ല, ഇവിടെ താമസക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണ് ആ വീട്. അവിടെ ഏത് വർഷം ഉണ്ടാക്കിയതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. 1945 ആ വീട് ചെയ്തിട്ടുള്ളത്. അത് ആ തോടിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഐസ്ക്രീം കൂടി കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.